എന്താന്നേ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ. നമുക്ക് നോക്കാം. അങ്കിള് വന്നത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. കുട്ടികൾ എന്തിനാ കാത്തിരുന്നേ? അവരെ വിളിച്ചോണ്ടുപോയി ആഹാരം കൊടുക്കൂ. ശരി അമ്മാവ, വരും മക്കളെ. ഹരിതേ, ഹരിതേ. ഹരിതേ, വിളിക്കുന്ന കേട്ടില്ലേ? പത്ത് മണിക്കല്ലേ വരാൻ പറഞ്ഞേ? നീ പറഞ്ഞതൊക്കെ കേട്ടപ്പോ നിന്നോടുള്ള സ്നേഹം കൊണ്ട് 9 മണിക്കേ വന്ന് നിൽക്കുമെന്ന് കരുതി. ഇന്നലെ വരെയും കാമുകൻ, ഇന്ന് മണവാളൻ. ആ മണവാളന്റെ മിടുക്കൊന്ന് കാണിക്കണ്ടേ? പോയൊരു ഫോൺ ചെയ്ത് നോക്ക്. എന്താ ഹരിതേ, എടുക്കുന്നില്ലേ? അല്ല മോളെ, അയാൾക്ക് വേണ്ടി ഞാൻ ലീവ് ഇട്ടതെന്ന് അറിയില്ലേ? റിങ് പോയി കട്ടാകുകയാണോ അതോ എടുത്തിട്ട് കട്ടാകുകയാണോ? അത് ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കും. കല്യാണം നിശ്ചയിക്കാൻ വിളിച്ചപ്പോ അവൻ പിൻവാങ്ങുകയെന്ന് തോന്നുന്നു. അമ്മേ, ഒന്ന് ചുമ്മാതിരി. പിന്നെന്താടാ, വരുന്നുമില്ല, ഫോൺ ചെയ്താലും എടുക്കുന്നില്ല, പിന്നെന്താ ചെയ്യാ? വീട് എവിടെയാണെന്ന് പറ, ഞാൻ പോയി നോക്കിട്ട് വരാം. അതൊന്നും വേണ്ട, വന്നോളൂ. എനിക്കെന്തോ വരുന്ന കാര്യം സംശയമാണെന്നാ തോന്നുന്നേ. ഹരിതേ, നമ്മുടെ വീട്ടിലെല്ലാവർക്കും സമ്മതമാണെന്ന് നീ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഇന്നലെ ഞങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ പ്രശ്നം, അതുകൊണ്ട് ദേഷ്യപ്പെട്ട്. ചെറിയ പ്രശ്നമാണെന്ന് നീ തന്നെ പറയുന്നു, അതിനിങ്ങനാണ്. റീഡയലാ ചെയ്തേ, വേണമെന്ന് വെച്ച് ഫോൺ കട്ട് ചെയ്തു. അവന്റെ അമ്മയാര്, അച്ഛനാര്, എവിടാ ജോലി ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ നിനക്ക് അറിയോ? ഏതോ ഫ്രണ്ടിന്റെ റൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിനക്ക് അതെങ്കിലും അറിയാവോ? എന്തിനാ എല്ലാരും ടെൻഷൻ ആവുന്നത്? തീർച്ചയായും വരും, എനിക്ക് വിശ്വാസമുണ്ട്. ഓ, ഇതെന്താ സ്വപ്നമാണോ സത്യമാണോ? അവള് തന്നെയാ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? എടാ ഹരിത ഇങ്ങോട്ട് വരുന്നുണ്ടാ, അവളെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചയക്കടാ. അതൊക്കെ അവൾ ഇനി മേലെ ഇങ്ങോട്ട് വരാൻ പാടില്ല, അതുപോലെ എന്തെങ്കിലും പറഞ്ഞേക്ക്. ഞാൻ അകത്ത് വിളിച്ചിരിക്കാവേ. ഒന്ന് പോസ് കാണിച്ചാലോ? ഹലോ, മൈക്രോസോഫ്റ്റ് കമ്പനി, ബിൽ ഗേറ്റ്സ് ഉണ്ടോ? ഞങ്ങളുടെ കമ്പ്യൂട്ടർ കുറച്ച് ഹാങ് ആയിരിക്കുന്നു, ഒന്ന് വന്ന് നോക്കാൻ പറയണം. ഇല്ലെങ്കിൽ മാറ്റി തരാൻ പറയൂ. ആ ഹലോ, പ്ലീസ് കമിൻ. വന്നേ. നിങ്ങളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ആ, അന്ന് കോഫി ഷോപ്പിൽ വെച്ച് കണ്ടു അല്ലേ? യു ആർ ഹരിത, isn't it? അതെ. ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സാ. ഞാൻ മുമ്പ് ഫോൺ ചെയ്ത് മാർക്കറ്റിൽ വരാൻ പറഞ്ഞു, മഞ്ഞ കളർ ഷർട്ട്. അതെ, അതുപോലൊന്നും പെൺകുട്ടികൾക്ക് ഫോൺ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് സത്യാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോ ICICI ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടിരിക്കുക. എന്തിനാ നിൽക്കുന്നേ? ഇരിക്കുന്നേ. വേണ്ട, സാരമില്ല. വാട്ട് ക്യാൻ വി ഡു ഫോർ യു? സത്യ ഇല്ലേ? സത്യ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് വരാറേ ഇല്ല. അവന്റെ അച്ഛന്റെ ബിസിനസ് നോക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിൽ ടൂർ ചെയ്യാണ് അവൻ. ഫോൺ ചെയ്തിട്ടും എടുക്കുന്നില്ല. ഞങ്ങൾ ചെയ്തിട്ടും എടുക്കുന്നില്ല, വളരെ ബിസിയാണെന്നാ തോന്നുന്നേ. സത്യ വന്നാലൊന്ന് ഫോൺ ചെയ്യാൻ പറയൂ. വന്നാ തീർച്ചയായിട്ടും പറയാം. ശരി, വരട്ടെ. ഓക്കെ, ബൈ.
See you, sister. Come to Savannah sometime. We will have dinner, okay? കട്ട് ചെയ്യാൻ പറഞ്ഞതിന് എന്തൊക്കെയാ പറയുന്നത്? ഏയ് കട്ട് ചെയ്യാൻ എന്താടാ ഓട്ടോമീറ്റർ ആണോ ഇത്? ഞങ്ങൾ ആർട്ടിഫിഷ്യൽ വിളക്കാണെന്ന് വിചാരിച്ചത്. ഇപ്പൊ സംസാരിച്ചപ്പോഴാ മനസ്സിലാവുന്നത് അത് പൂജക്ക് ഉപയോഗിക്കുന്ന കുത്തുവിളക്കാണെന്ന്. ഞങ്ങൾക്ക് ഫീലിംഗ് ആയടാ. പാവടാ അവള്. ചേട്ടാ ഞാനെന്തോ കുറ്റം ചെയ്ത പോലാണല്ലോ പറയുന്നത്. സെറ്റ് ചെയ്യാൻ നോക്കി പറ്റിയില്ല, കട്ട് ചെയ്യാൻ നോക്കുന്നു. മനസ്സിലാക്കി പോകേണ്ടതിന് വരെ എന്റെ പുറകെ വന്ന് ഞാനെന്ത് ചെയ്യാനാ? പാവ അതിന്റെ സമയം ശരിയില്ല. നീ ചെയ്യുന്നൊക്കെ ശരി തന്നെ. ചേച്ചി ആരെങ്ങനെ വന്ന ചേച്ചി? സത്യ കണ്ടോ ചേച്ചി? ഇല്ല, ആളവിടെ ഇല്ല. ഇല്ലെന്നോ? അങ്ങേർക്കും ചേർത്ത് ഈ ചായ കൊണ്ടുവന്നേ. വാ ചേച്ചി. വാ ചേച്ചി, ചെറിയ പിള്ളേരെ പോലെ. സത്യേട്ടാ അകത്തോട്ട് ഞാൻ കാണിക്കാം. വാ ചേച്ചി. ഏട്ടാ ഏട്ടാ ഏട്ടാ. അല്ല സത്യേ, നീ എപ്പോഴാ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നേ? ഇപ്പോഴാ ഇവര് നിന്നെ അന്വേഷിച്ചിട്ട് പോയത്. വീണ്ടും വന്നിരിക്കുകയാണ്. നീ ബാക്ക് എൻഡസിൽ കൂടെ വന്നല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കോ. ഞങ്ങൾ വേൾഡ് ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. കൊണ്ടാടാ പക്രിമാരി എന്നിട്ട് നീ കൈയും പിടിച്ചോണ്ട് വരിക. ഏട്ടാ ഏട്ടാ റൂമിലില്ലെന്ന് അവര് ചേച്ചിയോട് കള്ളം പറഞ്ഞു ഏട്ടാ. ഞാൻ സത്യം പറഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു നിമിഷം, ചെറുക്കന് പഴയ ബാക്കി കുറച്ച് കൊടുക്കാനുണ്ട്. അകത്ത് കൂട്ടിക്കൊണ്ട് കൊടുത്തിട്ട് വന്നേക്കാം. അതവിടെ വെച്ചിട്ടെങ്കിൽ വാടാ. ഒരുപാട് ദിവസത്തിന്റെ ബാക്കിയാ, ഞാൻ വാങ്ങിച്ചു തരാം. ആടാ മോനെ, ഇന്ന് നിനക്ക് ബാക്കിയെല്ലാം ചേർത്ത് തരാടാ. ഏട്ടാ തായേട്ടാ. നിന്നോട് ആരാടാ കുട്ടികൾ വരാൻ പറഞ്ഞത്? പോടാ. എല്ലാ ഭാഗ്യം തന്നു. ചേട്ടൻ റൂമിൽ ഇല്ല. ഇവിടെ ഉണ്ടായിട്ടും ഇല്ലെന്ന് പറയുന്നല്ലോ. ഇനിയും നിന്റെ ദേഷ്യം തീർന്നില്ലേ? എന്തിനെങ്ങനെ കാണിക്കുന്നേ? ഹരിത, നീ വിചാരിക്കുന്ന പോലെ ഞാൻ നല്ലവനല്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതെ, മിനിഞ്ഞാന്ന് കണ്ട് ഇന്നലെ പരസ്പരം ലവ് ലെറ്റർ കൈമാറി ഇന്നോട്ട് പ്രേമിക്കാൻ തുടങ്ങിയതല്ലേ? നിന്നെ പറ്റി എനിക്കറിയില്ലേ? മിണ്ടത് വാ. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന വിശ്വസിക്കേ. ഞാനൊരു പെണ്ണുപിടിയനാ. പെണ്ണുങ്ങൾക്കൊക്കെ ഫോൺ ചെയ്യുന്ന ഒരുത്തനെ നല്ലവനാക്കി കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. നീ ഒരു പെണ്ണുപിടിയൻ, ഞാനത് വിശ്വസിക്കുന്നു. എന്തിനാ എന്റെ പിറകെ വരുന്നെന്ന് എന്നോട് ദേഷ്യപ്പെട്ടവനാ നീ. നിന്റെ പ്രേമം പോലെ എന്നോട് പറയാൻ ധൈര്യമില്ലാഞ്ഞിട്ട് നിന്റെ ഫ്രണ്ടിനോട് പറയാണെന്ന് കരുതി എന്നോട് പറഞ്ഞവനാണ് നീ. ഹരിത, അന്ന് നീ എന്നെ തൊട്ടപ്പോ ഞാൻ എതിർപ്പ് കാണിച്ചിട്ട് നീ അഭിനന്ദിക്കുന്നു കരുതി. എന്നാൽ നിന്നോടുള്ള വിശ്വാസക്കുറവുണ്ടാ ഞാൻ അങ്ങനെ ചെയ്തെന്നാണ് നീ വിശ്വസിക്കുന്നത്. നിനക്ക് എന്നെയല്ലേ വേണ്ടത്? എടുത്തോളൂ. പറഞ്ഞ വിശ്വസിക്കില്ലേ? നീ പോ. നീ വരാതെ ഞാൻ ഇവിടെ നനങ്ങില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്താ മനസ്സിലാവാത്തത്? ശരി, നീ ചീത്തയാ പെണ്ണുപിടിയനാ എനിക്കറിയാം. വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്തേക്ക. പോവാം, വാ. വാ. സത്യേ, എന്താടാ ഇപ്പൊ ചെയ്യുന്നത്? പോകുന്ന വഴിയിലെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞ് അവളെ ഇറക്കി വിട്ടിട്ട് നീ അവിടുന്ന് ഒട്ടനെ എസ്കേപ്പ് ആയിക്കോ. അയ്യോ, ഞാൻ അറിയാതൊരു ഐഡിയ കൊടുത്തല്ലോ. ഇവിടെ മലയാളത്തിലും ഹിന്ദിയിലും ഒരുത്തി എന്നെ വരട്ടാറുണ്ടല്ലോ. അവളെവിടെ? ഓ, അവള് എസ്കേപ്പ് ആയോ? തൊലഞ്ഞു വരാ. ഇവിടുണ്ട്. നീ ഓരോ ദിവസവും കാണിക്കുന്ന കൂത്തിന് പലിശ സഹിതം വാങ്ങിക്കും. നോയിക്കോ. വേണ്ടടാ, തെറ്റ് ചെയ്യരുത്. ഗലക്കാം മത് കർ. കലക്കാം മത് കർ. അയ്യോ, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. വേറെ തൊഴിൽ അന്വേഷിക്കാം. ഉള്ളിലേക്ക് വാ. പറയുന്ന കേക്ക്. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാനാ വന്നത്. വന്നു, ഡ്രോപ്പ് ചെയ്തു. എനിക്ക് പോണം. ഇപ്പൊ വരുന്നുണ്ടോ ഇല്ലയോ? ഇതാ നോക്ക് കരുതാ, ഞാൻ നിന്നോട്. അങ്കിൾ അമ്മേ, അങ്കിൾ വന്നു. വേഗം വാ. വരൂ വരൂ വരൂ. എന്താടി ഇത്? മുന്നറിയിപ്പില്ലാതെ വിളിച്ചോണ്ട് വന്നത്? ഒരേർപ്പാടും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. അതൊന്നും വേണ്ട. അകത്തേക്ക് വരൂ. ഇതെന്റെ ഏടത്തിയ. ആ. ഹലോ. രണ്ടു കുട്ടികളാ, നിമ്മി ആദിത്യ. ഹായ് അങ്കിൾ. വരൂ, അകത്തേക്ക് വാ. വാ മോനെ. വാ മോനെ, ഇത് മോന്റെ വീടാന്ന് കരുതിയാ മതി. അകത്ത് വാ. അങ്ങോട്ട് ഇരിക്കും മോനെ. നിങ്ങളൊക്കെ നിൽക്കുമ്പം ഞാൻ ആദ്യം മോൻ ഇരിക്കും.
ഇന്നലെ മോൻ വരാതിരുന്ന ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഒരച്ചടക്കമുള്ള പയ്യനെയാ എന്റെ കൊച്ചുമോള് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അമ്മാവനും അദ്ദേഹം ജോലിക്ക് പോയിരിക്കാം. ഫോൺ ചെയ്ത് ഉടനെ വരാൻ പറയാം. അയ്യോ വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ പിന്നെ മതി. അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവർ പതുക്കെ വരട്ടെ. ഇക്കാലത്ത് ഇത്ര ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇവളുടെ അച്ഛൻ കണ്ട നാളെ തന്നെ കല്യാണ തീയതി കുറിക്കും. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തെന്നും ഓവർ സ്പീഡിലാ പോന്നെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തമാശ പറയും, ദേഷ്യം ഇത്തിരി കൂടുതലാന്ന്. എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? ആ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞെന്ന്, ഏതുവരെ പഠിച്ചിട്ടുണ്ട്, എവിടെയാ ജോലി ചെയ്യുന്നത്, മോന് മാസ വരുമാനം എന്തുണ്ട്, മോന്റെ അച്ഛനും അമ്മയും ആരൊക്കെയാ? എന്താ അങ്കിൾ എന്നെ പോലെ അമ്മയമ്മേന്ന് വിളിച്ചു കരയുന്നത്? എനിക്ക് കുഞ്ഞുനാള് തൊട്ടേ അമ്മയില്ല. അത് ഓർക്കുമ്പോഴാ എനിക്ക്. എന്താ മുത്തശ്ശി, എന്തിനങ്ങനെ ചോദിച്ചേ? കരയാതെ കുഞ്ഞെ. ഇവക്കും അമ്മയില്ല. ഇവള് ജനിച്ചതും അവള് മരിച്ചു. അമ്മയുടെ സ്നേഹം അറിയാതെ വളർന്നതാ. ഇവളെ നല്ല ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല. ആ ഈശ്വരൻ എന്നെ കൈവിട്ടില്ല കുഞ്ഞെ. ഒരു നിമിഷം കുഞ്ഞെ. എത്ര വലിയ കുടുംബത്തിൽ നിന്നൊക്കെ ആലോചന വന്നെന്നറിയോ? ഒരു കണ്ടീഷനും വെക്കാതെ. എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾ വരണമെന്നും പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. മോനെ, ഇവളുടെ അമ്മ മരിക്കുമ്പോ ഇവക്ക് വേണ്ടി വാങ്ങി വെച്ച സ്വർണ്ണ. നീ താലി ഉണ്ടാക്കുമ്പോ ഇതും കൂടി ചേർത്തുണ്ടാക്കണം. ഇതാ വാങ്ങിക്ക്. ഞാൻ എൻ്റെ അച്ഛനോട് വന്ന് സംസാരിക്കാൻ പറയാം.